ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സനാസ് എജു ടിപ്സ്. എക്സാം ബൂസ്റ്ററിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. സോ നമുക്ക് ഇന്നത്തെ 10 സെലക്റ്റീവ് ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. ഫസ്റ്റ് വൺ, റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ RCI Act was passed in the year 1992, 1995, 1999, 2002. Rehabilitation Council of India RCI Act was passed in the year 1992. അപ്പോൾ എന്താ ഈ റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ ആക്ട്? അത് ജസ്റ്റ് ഒന്ന് നോക്കാം. The Rehabilitation Council of India has been set up as a statutory board under an Act of Parliament, and its specific role is to develop, standardize and regulate training programs or courses at various levels in the field of rehabilitation and സ്പെഷ്യൽ എഡ്യൂക്കേഷൻ. അപ്പോൾ ഇതെന്താണ് റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്? ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോർഡാണ് അണ്ടർ ആൻ ആക്ട് ഓഫ് പാർലമെൻറ്റ്, ആൻഡ് ഇറ്റ്സ് സ്പെസിഫിക് റോൾ എന്ന് പറയുന്നത് എന്താണ്? ഈസ് ടു ഡെവലപ്പ്, അതേപോലെ തന്നെ സ്റ്റാൻഡർഡൈസ് ആൻഡ് റെഗുലേറ്റ് ട്രെയിനിങ് പ്രോഗ്രാംസ് എല്ലാം ഡെവലപ്പ് ചെയ്യുക, അല്ലെങ്കിൽ വേരിയസ് കോഴ്സസ്, അതും ഇൻ ദി ഫീൽഡ് ഓഫ് ഏതാണ്? സ്പെഷ്യൽ എഡ്യൂക്കേഷനും റീഹാബിലിറ്റേഷനിലെല്ലാം ട്രെയിനിങ് പ്രോഗ്രാംസും, അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റാൻഡർഡൈസ് ഡെവലപ്പ് ചെയ്യുക. ഇതൊക്കെയാണ് അതിൻ്റെ സ്പെസിഫിക് റോളായിട്ട് വരുന്നത്. അപ്പോൾ ഈ റീഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? റീഹാബിലിറ്റേഷൻ മൈറ്റ് മീൻ ഡ്രഗ് ട്രീറ്റ്മെൻറ്റ്. അതിൽ പെടുന്നതാണ് ഡ്രഗ് ട്രീറ്റ്മെൻറ്റ്, എഡ്യൂക്കേഷൻ ഓഫ് പേഷ്യൻസ് ആൻഡ് ഫാമിലീസ്, ആൻഡ് സൈക്കോളജിക്കൽ സപ്പോർട്ടാണ് വിയ ഔട്ട് പേഷ്യൻറ്റ് കെയർ, അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ബേസ്ഡ് റീഹാബിലിറ്റേഷൻ ഓർ പാർട്ടിസിപ്പേഷൻ ഇൻ എ സപ്പോർട്ട് ഗ്രൂപ്പ്. ഇതൊക്കെയാണ് റീഹാബിലിറ്റേഷൻ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത്. ഇത് അത്ര ഇതിൽ ഇമ്പോർട്ടൻ്റ് ഇല്ല, ജസ്റ്റ് ആ ഒരു വേർഡ് പറഞ്ഞപ്പോൾ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ റീഹാബിലിറ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഡീറ്റെയിൽസ് തന്നത്. ഓക്കെ, അപ്പോൾ റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ ആക്ട് പാസ് ചെയ്ത ഇയർ 1992. നെക്സ്റ്റ് വൺ, who is known as the father of inclusive education? Who is known as the father of inclusive education? Option A, Alan Bloom. Option B, Ovid de Crowley. Option C, John Dewey. Option D, Vygotsky. അപ്പോൾ who is known as the father of inclusive education? Option B, Ovid de Crowley. Ovid de Crowley is known as the father of inclusive education. Which answer best describes creative thinking? Option A, product of convergent thinking. Option B, product of divergent thinking. Option C, product of reasoning. And option D, product of metacognitive thoughts. ഇവിടെ ക്രിയേറ്റീവ് തിങ്കിങ് അല്ല, ക്രിയേറ്റീവ് തിങ്കറിൻ്റെ ബെസ്റ്റായിട്ട് വരുന്നത് ഏതാണ്? ഇവിടെ പ്രൊഡക്റ്റ് ഓഫ് ഡൈവേർജൻറ്റ് തിങ്കിങ് എന്നുള്ളതാണ്. ഓക്കെ, പ്രൊഡക്റ്റ് ഓഫ് ഡൈവേർജൻറ്റ് തിങ്കിങ്. Co-scholastic areas such as performance in sports, music, dance, drama and other cultural activities and social qualities are assessed in option A, unit and summative test. Option B, outdoor and stage competitions. Option C, continuous and comprehensive assessment. Option D, ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് സ്കിൽ അസസ്മെൻറ്റ്. ഇവിടെ ഏതാണ്? സ്കോളാസ്റ്റിക് ഏരിയ സച്ച് എസ് പെർഫോമൻസ് ഇൻ സ്പോർട്സ്, ഡാൻസ്, അതുപോലെ മ്യൂസിക്, ഡ്രാമ ആൻഡ് അതർ കൾച്ചറൽ ആക്ടിവിറ്റീസും അതുപോലെ തന്നെ സോഷ്യൽ ക്വാളിറ്റീസൊക്കെ അസസ് ചെയ്യുന്നതിൽ ഏതിലൂടെയാണ്? ഓപ്ഷൻ സി, കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് അസസ്മെൻറ്റിലൂടെയാണ്. ഈ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ടേമാണ് നമ്മുടെ ഈ സൈക്കോളജിയിൽ, നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ. സോ നമുക്ക് എന്താണ് വാട്ട് ഈസ് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ എന്നുള്ളത് നോക്കാം. കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ റെഫേഴ്സ് ടു എ സിസ്റ്റം ഓഫ് സ്കൂൾ ബേസ്ഡ് അസസ്മെൻറ്റ് ദാറ്റ് കവേഴ്സ് ഓൾ ആസ്പെക്ട്സ് ഓഫ് സ്റ്റുഡൻസ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഈ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്കൂൾ ബേസ്ഡ് അസസ്മെൻറ്റ് ആണ്. ദാറ്റ് കവേഴ്സ് ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഓൾറൗണ്ട് ഡെവലപ്മെൻറ്റ് കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു അസസ്മെൻ്റ് ആണ് ഈ CCE അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ദെൻ ഇറ്റ് എംഫസൈസസ് 2-fold ഒബ്ജക്റ്റീവ്സ്. ഇതിന് ഇമ്പോർട്ടൻ്റ് ആയ 2 ഒബ്ജക്റ്റീവ്സാണ് ഉള്ളത്. ഏതൊക്കെയാണ്? കണ്ടിന്യൂറ്റി ഇൻ ഇവാലുവേഷൻ ആൻഡ് അസസ്മെൻറ്റ് ഓഫ് ബ്രോഡ് ബേസ്ഡ് ലേണിംഗ്. അപ്പോൾ ആ ലേണിങ്ങിൻ്റെ അസസ്മെൻറ്റും ഇവാലുവേഷൻ എല്ലാം എന്താണ്? കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യും. ദെൻ ഒരു ബിഹേവിയർ ഔട്ട്കം, നല്ല ബിഹേവിയർ ഔട്ട്കം, ഇതൊക്കെയാണ് ഇതിൻ്റെ എന്തെന്ന് പറയുന്നത്? ഒബ്ജക്റ്റീവ്സ് ആയിട്ട് വരുന്നത്.
ദെൻ CCE എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ഫോം ചോദിക്കാറുണ്ട്. കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷനാണ് CCE. ആ വാക്കിൽ തന്നെയുണ്ട്. സി വെച്ച് കഴിഞ്ഞാൽ എന്താണ്? കണ്ടിന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? റെഗുലർ ആയിട്ടും ആൻഡ് കണ്ടിന്യൂസ് ആക്ടിവിറ്റീസ് കണ്ടക്റ്റഡ് ത്രൂ ഔട്ട് ദ ഇയർ ടു അച്ചീവ് ഓൾ റൗണ്ട് ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഈ ഓൾ റൗണ്ട് ഡെവലപ്മെൻറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഗുലർ ആയിട്ടും കണ്ടിന്യൂസ് ആയിട്ടും ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യുന്നു. ദെൻ കോംപ്രിഹെൻസീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഇവിടെ മെൻ്റൽ, ഇമോഷണൽ ആൻഡ് ഫിസിക്കൽ ആസ്പെക്ട്സ് ഓഫ് ദ സ്റ്റുഡൻസ് പ്രോഗ്രസ്, ദാറ്റ് ഈസ് ഓൾ റൗണ്ട് ഡെവലപ്മെൻറ്റ് ഓഫ് ദ ചൈൽഡ്. ഇവിടെ കോംപ്രിഹെൻസീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിയുടെ ഓൾ റൗണ്ട് ഡെവലപ്മെൻറ്റ് ഓഫ് ദ ചൈൽഡ് അവിടെ ഇവാലുവേറ്റ് ചെയ്യണം. അപ്പോൾ അവിടെ ഏതൊക്കെ ഉൾപ്പെടണം? മെൻ്റലി നോക്കണം അല്ലേ? മെൻ്റൽ, അതുപോലെ തന്നെ മെൻ്റൽ ഡെവലപ്മെൻറ്റ്, ഇമോഷണൽ ഡെവലപ്മെൻറ്റ്, അതുപോലെ ഫിസിക്കൽ ആസ്പെക്ട്സ് എല്ലാം ഇവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. അതിലാണ് ഈ കോംപ്രിഹെൻസീവ് മൊത്തത്തിൽ എന്നൊരു വ്യൂ വരുന്നത്. ദെൻ ഇവാലുവേഷൻ. അപ്പോൾ ഇവാലുവേഷൻ എങ്ങനെയായിരിക്കണം? വെറൈറ്റി ഓഫ് ടൂൾസ് ആൻഡ് ടെക്നിക്സ് ആർ യൂസ്ഡ് ടു അസസ് ആൻഡ് ഇവാലുവേറ്റ് ദ സ്റ്റുഡൻസ് പ്രോഗ്രസ്. അപ്പോൾ ഇവിടെ സ്റ്റുഡൻസിൻ്റെ പ്രോഗ്രസ് അവർ എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്? ത്രൂ വെറൈറ്റി ഓഫ് ടൂൾസ് ആൻഡ് ടെക്നിക്സ്. ഓക്കെ, അപ്പോൾ അതാണ് CCE, കണ്ടിന്യൂസ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ. CCE ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ചൈൽഡ് അബ്യൂസ് മീൻസ്. ചൈൽഡ് അബ്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? A, intentional harm to child. B, avoiding and beating the child. C, all actions that are deliberately harmful to child's well-being. D, carelessness and sexual harassments towards the child. അപ്പോൾ ചൈൽഡ് അബ്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും എന്താ? ഓൾ ആക്ഷൻസ് ദാറ്റ് ആർ ഡെലിബറേറ്റ്ലി ഹാംഫുൾ ടു ചൈൽഡ്സ് വെൽബീയിങ്. ഇതാണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ. ഒരു കുട്ടിയുടെ വെൽബീയിങ്ങിനെ എഫക്റ്റ് ചെയ്യുന്ന എല്ലാ ആക്ഷൻസും, എല്ലാ ഹാംഫുൾ ആക്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ചൈൽഡ് അബ്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, ചൈൽഡ് അബ്യൂസ് മീൻസ് ഓൾ ആക്ഷൻസ് ദാറ്റ് ആർ ഡെലിബറേറ്റ്ലി ഹാംഫുൾ ടു ചൈൽഡ്സ് വെൽബീയിങ്. നെക്സ്റ്റ് വൺ. Which of the following things is needed to improve whole education system? Option A, change in the attitude of teachers. Change in the attitude of principals. Option C, change in the curriculum. Option D, change in the thinking of the government. ഈ തന്നതിൽ ഹോൾ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഇംപ്രൂവ്മെൻറ്റ് വരുത്തണമെങ്കിൽ നമ്മളിതിൽ ഏതാണ് സെലക്ട് ചെയ്യുക? അപ്പോൾ നമുക്ക് പ്രിൻസിപ്പൾ മാറ്റാം, ചേഞ്ച് ചെയ്യാം, അവരുടെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ കരിക്കുലത്തിൽ ചേഞ്ച് വരുത്താം. ഇതിലെല്ലാത്തിനും ഉപരി നമ്മൾ എന്താവണം? ടീച്ചേഴ്സിലാണ്. ഇതൊക്കെ കാരണം ഇത് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ എന്ത് മാറ്റങ്ങൾ കൊണ്ടുവന്നാലും അത് കറക്റ്റായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത് ആരാണ്? ടീച്ചേഴ്സാണ്. അവിടെ ചേഞ്ച് ഇൻ ദി ആറ്റിറ്റ്യൂഡ് ഓഫ് ടീച്ചേഴ്സാണ് ഇമ്പോർട്ടൻറ്റ്. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ, ചേഞ്ച് ഇൻ ദി ആറ്റിറ്റ്യൂഡ് ഓഫ് ടീച്ചേഴ്സ്. Next one, triple track plan is a program designed for. Triple track plan is a program designed for A, mentally challenged, B, socially disadvantaged, C, intellectually gifted, D, culturally deprived. അപ്പോൾ ഈ ട്രിപ്പിൾ ട്രാക്ക് പ്ലാൻ ആർക്കുള്ളതാ ശരിക്കും? ഫോർ ഇൻ്റലക്ച്വലി ഗിഫ്റ്റഡ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ ഗിഫ്റ്റഡ് ചിൽഡ്രൻസ് എന്നൊക്കെ പറയില്ലേ, അവർക്കുള്ളതാണ് എന്ത്? ഈ ട്രിപ്പിൾ ട്രാക്ക് പ്ലാൻ എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ ഈ ഗിഫ്റ്റഡ് സ്റ്റുഡൻസിന് കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്. അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. എഡ്യൂക്കേഷൻ ഫോർ ഗിഫ്റ്റഡ് ചിൽഡ്രൻ അല്ലെങ്കിൽ ഇൻ്റലക്ച്വലി ഗിഫ്റ്റഡ്, ഇവർക്ക് ഒരു 6ഓളം പ്രൊവിഷൻസ് ഉണ്ട്. അതിൽ ഒന്ന് സെപ്പറേറ്റ് സ്കൂൾ, പിന്നെ എന്താണ് രണ്ടാമത്തെ ആയിട്ട് വരുന്നത് എബിലിറ്റി ഗ്രൂപ്പിംഗ് ഉണ്ട്. അതുപോലെ തന്നെ ആക്സലറേഷൻ ഓർ ഡബിൾ പ്രൊമോഷൻ, ഇതും ഒരിക്കൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഡബിൾ പ്രൊമോഷൻ ഈസ് ഫോർ ആർക്കാണെന്നും ചോദിച്ചിട്ടുണ്ട്. ദെൻ എൻറിച്ച്മെൻറ്റ് പ്രോഗ്രാംസ്, ഇതും ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എൻറിച്ച്മെൻറ്റ് പ്രോഗ്രാം ആർക്കുള്ള ഇതേപോലത്തെ ക്വസ്റ്റ്യൻ തന്നെ ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ട്രിപ്പിൾ ട്രാക്ക് പ്ലാൻ ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചത്. ദെൻ സമ്മർ സ്കൂൾസ്, ഇതിൽ ഈ 3 വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 3 3 പ്രാവശ്യമായിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്. ഇത് 3 ആർക്കുള്ളതാണെന്ന് പറഞ്ഞു. ഇതേ ക്വസ്റ്റ്യനിൽ തന്നെ ഇവിടെ ട്രിപ്പിൾ ട്രാക്ക് പ്ലാനിന് പകരം എൻറിച്ച്മെൻറ്റ് പ്രോഗ്രാം ആർക്കുള്ളതാണ്, അല്ലെങ്കിൽ ഡബിൾ പ്രൊമോഷൻ ആർക്കുള്ളതാണ്, ഇതേപോലെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ആർക്കുള്ളതാണ്? ഗിഫ്റ്റഡ് ചിൽഡ്രൻസിനുള്ളതാണെന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. നെക്സ്റ്റ് വൺ, മോഡൽസ് കം അണ്ടർ എ, ഓഡിയോ എയ്ഡ്, ബി, വിഷ്വൽ എയ്ഡ്, സി, ഓഡിയോ വിഷ്വൽ എയ്ഡ്, ഡി, 3D എയ്ഡ്. അപ്പം മോഡൽസ് എന്ന് പറയുന്നത് ഏത് കാറ്റഗറിയിൽ പെടുന്നതാണ്? അത് സിമ്പിളാണ് അല്ലേ? ഓപ്ഷൻ ഡി, 3D എയ്ഡ് ആണ് മോഡൽസ് എന്ന് പറയുന്നത്.
Next one, according to John Dewey, school is a dash institution and education is a dash place. ഓപ്ഷൻ എ സോഷ്യൽ, അതായത് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ഈസ് എ സോഷ്യൽ പ്ലേസ്. അതുപോലെ തന്നെ ഓപ്ഷൻ ബി സ്കൂൾ ഈസ് എ ഫിലോസഫിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ എഡ്യൂക്കേഷൻ ഈസ് എ സോഷ്യൽ പ്ലേസ് ആണോ, ഓർ സ്കൂൾ ഈസ് എ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് എഡ്യൂക്കേഷൻ ഈസ് എ ഫിലോസഫിക്കൽ പ്ലേസ്, ഓർ സ്കൂൾ ഈസ് എ എൻവയോൺമെൻറ്റൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് എഡ്യൂക്കേഷൻ ഈസ് എ സൈക്കോളജിക്കൽ പ്ലേസ്. അപ്പോൾ ഇതിലേതാണ് ആൻസർ എന്നറിയാമോ? അക്കോർഡിംഗ് ടു ജോൺ ഡ്യൂയി, സ്കൂൾ ഈസ് എ സോഷ്യൽ പ്ലേസ്. Social institution and education is a social place. Okay, according to John Dewey, school is a social institution and education is a social place. Okay, last question note povana. Which of the following activities of a principal do you appreciate most? തന്നതിൽ പ്രിൻസിപ്പളുടെ ഏത് ആക്ടിവിറ്റിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത്? ഓപ്ഷൻ എ പ്ലാൻസ് എവറി മിനിറ്റ് ആക്ടിവിറ്റി ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ അഡ്വാൻസ് ആൻഡ് എൻകറേജ് ടു ഇംപ്ലിമെൻറ്റ് ദിസ്. ഓപ്ഷൻ ബി gives complete freedom for teachers to plan and implement various activities. Option C involves social and political leaders of the neighborhood in all activities. Option D develops action plans in staff meeting and continuously monitor their implementation. ഇപ്പോൾ ഒരു പ്രിൻസിപ്പൽ എന്ന നിലയ്ക്ക് എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെ വലിയൊരു ക്വസ്റ്റ്യൻ ആവുമ്പോൾ ഓപ്ഷൻസ് ഒക്കെ ആവുന്ന സമയത്ത് ഒരു 2 വട്ടം വായിക്കുക. ഓക്കെ, അപ്പോൾ ഈ തന്നതിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യുമെന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഡെവലപ്സ് ആക്ഷൻ പ്ലാൻസ് ഇൻ സ്റ്റാഫ് മീറ്റിംഗ് അല്ലേ? അപ്പോൾ ചിലപ്പോൾ ഡൗട്ട് തോന്നും ആദ്യത്തെ ആയിക്കൂടെ എന്ന്. അപ്പോൾ ആദ്യത്തെ എന്താണ്? പ്ലാൻസ് എവറി മിനിറ്റ് ആക്ടിവിറ്റി ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ അഡ്വാൻസ്. അവിടെ പ്രിൻസിപ്പൾ മാത്രമാണ് പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹെഡ് ഓഫ് ദ സ്കൂളാണ് അല്ലെ? സ്കൂളിലെ ഹെഡാണ് പ്രിൻസിപ്പൾ എന്ന് പറയുന്നത്. സോ അവരെന്ത് ചെയ്യണം? സ്റ്റാഫുമായിട്ട് ബാക്കി ടീച്ചേഴ്സുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് ഒരു ആക്ഷൻ പ്ലാനൊക്കെ ഡെവലപ്പ് ചെയ്യുക. എന്നിട്ട് അതിന് കണ്ടിന്യൂസ്ലി മോണിറ്റർ ചെയ്യുക അല്ലേ? കറക്റ്റായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ടോ ടീച്ചേഴ്സ് എന്നൊക്കെ നമ്മൾ ഒരു പ്രിൻസിപ്പൾക്ക് മോണിറ്റർ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. സോ ഡെവലപ്സ് ആക്ഷൻ പ്ലാൻ ഇൻ സ്റ്റാഫ് മീറ്റിംഗ് ആൻഡ് കണ്ടിന്യൂസ്ലി മോണിറ്റർ ദയർ ഇംപ്ലിമെൻറ്റേഷൻ. ക്ലിയർ അല്ലേ? ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അതേപോലെ യൂസ്ഫുള്ളായി തോന്നുവാണെങ്കിൽ ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ദിസ് ഈസ് സനാസ് എഡ്യൂ ടിപ്സ്. താങ്ക് യു.